ഔട്ട്ലെറ്റിൽ മദ്യവിൽപ്പന കുറഞ്ഞതിന് ഷോപ്പ് ഇൻചാർജിന് മെമ്മോ നൽകി ജനറൽ മാനേജർ. കണ്ണൂർ പാറക്കണ്ടി ഷോപ്പിലെ ഷോപ്പ് ഇൻചാർജിനാണ് മെമ്മോ ലഭിച്ചത്. കോഴിക്കോട് ജില്ലാ പരിശോധനാ വിഭാഗം നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് മെമ്മോ നൽകിയത്. മനീഷ് മഹിബാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മനീഷ്, ഗുഡ് ഈവനിങ്. ഇക്കാര്യത്തിലും ഇത്തരത്തിലൊരു ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ മെമ്മോ? അതിനുശേഷം ഉണ്ടായ പ്രതികരണങ്ങൾ എന്താണ്? ക്രിസ്റ്റീന, ഇപ്പോൾ ബെവ്കോയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒന്നും കേൾക്കാത്ത തരത്തിലുള്ള ഒരു വിചിത്രമായ നടപടിയാണ് കണ്ണൂരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിലെ ഒരു ഔട്ട്ലെറ്റിലെ ഒരു ജീവന അവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള ബീവറേജ് ഔട്ട്ലെറ്റ് ഇൻചാർജുള്ള സുധീഷിനാണ് ഒരു നോട്ടീസ്, കുറ്റാരോപണ പത്രിക അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു നോട്ടീസ് മെമ്മോ മെമ്മോ നൽകിയിട്ടുള്ളത്. 15 ദിവസത്തിനകം വിശദീകരണം നൽകുമെന്ന രീതിയിലാണ്. കഴിഞ്ഞ മാസമാണ് ഇങ്ങനെ ഒരു നോട്ടീസ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ബെവ്കോയുടെ ജനറൽ മാനേജറായിട്ടുള്ള ഹെലീന തോമസ് ആണ് ഇങ്ങനെ ഒരു നോട്ടീസ് ഇയാൾക്ക് നൽകിയിട്ടുള്ളത്. ഈ നോട്ടീസ് പറയുന്നത് 2023 ഫെബ്രുവരി മുതൽ 2024 ജനുവരി വർഷത്തെ വിൽപ്പനയും 2024 ഫെബ്രുവരി മുതൽ 2025 ജനുവരി വർഷത്തെ വിൽപ്പനയും താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഷോപ്പിൽ വലിയ വിൽപ്പനയുടെ കുറവ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. അതായത് 10.16% മദ്യവിൽപ്പനയുടെ കുറവ് കണ്ടെത്തിയെന്നാണ് നിലവിൽ കോഴിക്കോട് ജില്ലാ പരിശോധന വിഭാഗത്തിന്റെ കഴിഞ്ഞ വർഷം നവംബർ മാസം നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത്. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വലിയ കൃത്യവിലോപം ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ബീവറേജ് ഔട്ട്ലെറ്റിൽ വലിയൊരു 10.16% മദ്യത്തിന്റെ വിൽപ്പന കുറഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബീവറേജ് ഔട്ട്ലെറ്റിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ CCTV വെക്കാനും അത് സ്ഥാപിക്കാനും ഈ ഇൻചാർജിനെ കൊണ്ട് നടന്നിട്ടില്ല എന്നത് എന്നത് കണ്ടെത്തിക്കൊണ്ടാണ് നിലവിൽ ഒരു 15 ദിവസത്തിനകം വിശദീകരണം നൽകാത്ത പക്ഷം നടപടിയിലേക്ക് കടക്കുമെന്നുള്ള ഒരു കുറ്റാരോപണ പത്രിക അല്ലെങ്കിൽ അത് സംബന്ധിച്ച മെമ്മോ നൽകിയിട്ടുള്ളത്. ഇതിനെതിരെ ബെവ്കോ BMSന്റെ സംഘടനയായിട്ടുള്ള ബെവ്കോ എംപ്ലോയീസ് സംഘം നിലവിൽ വകുപ്പ് മന്ത്രിക്കും ഒപ്പം തന്നെ ബെവ്കോയുടെ മന്ത്രിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇത് വിചിത്രമായൊരു നടപടിയാണ്, നീക്കമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഉദ്യോഗസ്ഥർക്ക്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിൽ അവരെ മുഷിപ്പിക്കുന്നതാണ് അടക്കമുള്ള കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എക്സൈസ് വകുപ്പ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് വിശദീകരണം നൽകേണ്ടത്. ഇപ്പോൾ ജനറൽ മാനേജറാണ് ഇത് സംബന്ധിച്ചൊരു നോട്ടീസ് അവിടുത്തെ ഇൻചാർജ് നൽകിയിട്ടുള്ളത്. ക്രിസ്റ്റീന. മനീഷ് മഹിബാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. പലതരത്തിലുള്ള കാരണം കാണിക്കൽ നോട്ടീസ് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് മനുഷ്യരെ കുടിപ്പിക്കുന്നില്ല, വിൽപ്പന അങ്ങനെ കൂട്ടുന്നില്ല എന്ന് ചോദിച്ചുള്ള ഒരു മെമ്മോ ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ മെമ്മോയുമായി ബന്ധപ്പെട്ട് മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതിലെന്താകും മറുപടിയെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.